ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോ റിലീസ് ആയി. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റിയില്ല ഗൈസ്. അത് എന്തെന്ന് വെച്ചാൽ ഒരു കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ ആയി ഗൈസ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പ്രാവുകളെയൊക്കെ പരന്തും പൂച്ചയൊക്കെ കൊണ്ടുപോയി ഗൈസ്. ഇപ്പം എനിക്ക് ഏകദേശം ഒരു 10-11 പ്രാവുകൾ വരെ ഉള്ളൂ ഗൈസ്. ഇപ്പം എനിക്ക് പുതിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രാവ് കിട്ടിയിട്ടുണ്ട്. ഒരു സബ്ജവർഗ്ഗത്തിൽ പെട്ടത് ഈ ഒരു പ്രാവാണ് ഗൈസ് എനിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയ ഒരു പ്രാവാണ് ഗൈസ്. അതിനിപ്പോൾ ചെറുവെട്ടി ഇട്ട് നമ്മളോട് സെറ്റാക്കി എടുക്കുകയാണ് ഗൈസ്. ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഒരിതെന്ന് പറയുന്നത് നമുക്കെങ്ങനെ പ്രാവിനെ ഇണക്കിയെടുക്കാം അതാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും നോക്കിക്കോളണം, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ തീറ്റ എടുക്കുമ്പോൾ തന്നെ ഈ പ്രാവുകളെല്ലാം നമുക്കിങ്ങനെ അടുത്തോട്ട് കൊണ്ടുവരാം. കണ്ടോ, ഈ തീറ്റ ഇങ്ങനെ കുലുക്കി അതിനെ നമ്മൾ പുതിയ പ്രാവ് എടുക്കണമെങ്കിൽ അതിനെ കുലുക്കി അതിനെ വശം തെറ്റി മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഈ പറക്കുന്ന പ്രാവായിരുന്നു നമ്മളിങ്ങനെ കുലുക്കി അത് പെട്ടെന്ന് വരാൻ വേണ്ടി അതിനെ ഇണക്കി കൊടുക്കണം. അതുപോലെയല്ല നമ്മൾ കയ്യിൽ തീറ്റ വെച്ച് എങ്ങനെ പ്രാവുകൾ വന്നിട്ട് തിന്നണം, നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് ഈ പ്രാവുകളെ പറ്റിക്കാൻ പാടില്ല ഗൈസ്. നമ്മൾ കയ്യിലെല്ലാം തീറ്റ വെച്ച് നല്ല ഇണക്കി നല്ല ഇത് ആക്കിയെടുക്കണം പ്രാവുകളെ. എത്ര പ്രാവുണ്ടായിരുന്നാൽ നമ്മൾ ഒരു 2 പ്രാവായിരുന്നാലും മതി ഗൈസ്, നമുക്ക് ഇണക്കിയെടുക്കാം. അത് കണ്ട് ബാക്കിയുള്ള പ്രാവുകൾ വന്നിരുന്നോളൂ. എൻ്റെ അടുത്ത് വരാത്ത ഇപ്പം എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രാവും എൻ്റെ ദേഹത്ത് എല്ലായിടത്തും വന്നിരിക്കും ഗൈസ്. നല്ല ഇണക്കി വളർത്തണം ഗൈസ് പ്രാവുകളെ. അങ്ങനെ നമുക്ക് കൂടുതൽ സന്തോഷവും കിട്ടും, നമുക്ക് പറത്താനും പറ്റും ഗൈസ്. ഇതെല്ലാം പ്രാവുകളാണ്. നാടനായിട്ടുള്ള ഈ ഒരു മുഖി മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷേ എല്ലാ പ്രാവുകളും എൻ്റെ അടുത്ത് നല്ല ഫ്രണ്ട്സ് പോലെയാണ് പ്രാവുകൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഗൈസ്. ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇടുന്നത്. എല്ലാവരും നോക്കിക്കൊള്ളണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പ്രാവുകളൊക്കെ നമുക്ക് ഇണക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഫിസിലുണ്ടല്ലോ ഗൈസ്, ഫിസിലടിക്കണതിനേക്കാൾ നമ്മൾ ഈ ഒരു കുപ്പിക്കകത്ത് തീറ്റ വെച്ച് ഇങ്ങനെ കുലുക്കിയാൽ മതി. പ്രാവുകളെല്ലാം നമ്മളെ അടുത്ത് വരും. അതേപോലെ തന്നെ പ്രാവുകളെ നമ്മളെ ദേഹത്തൊക്കെ ഇരുത്തണമെങ്കിൽ പ്രാവുകളെ കൂടുതൽ പറ്റിക്കല്ലേ. അത് ചുമ്മാ നമ്മളെ കൈ ഇങ്ങനെ വയ്ക്കാൻ തന്നെ വരും. കയ്യിൽ തീറ്റ വെച്ച് വേണം അതിനെ വിളിക്കാനുള്ളത്, അല്ലാതെ അതിനെ പറ്റിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ തോളിൽ എല്ലായിടത്തും വന്നിരിക്കുന്നതായിരിക്കും. ഈ പുതിയ പ്രാവ് ഇത്ര 2-3 ദിവസമായതേ ഉള്ളൂ ഗൈസ്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഇണക്കമെല്ലാം ഉള്ള പ്രാവാണ് ഗൈസ്. നല്ല പ്രാവാണിത്. നമുക്കെന്നാൽ ഈ പ്രാവുകൾക്കെല്ലാം തീറ്റ ഇട്ടുള്ളൂ. ഈ തീറ്റേൻ്റെ ഈ പെട്ടി എടുക്കാൻ തന്നെ ഇപ്പോൾ എല്ലാവരും കൂടെ ഓടിയായിരിക്കും. നോക്കിയോ ഗൈസ്, എല്ലാം എൻ്റെ ദേഹത്താണ് ഇപ്പം ഗൈസ് ഇരിക്കുന്നത്. പുതിയ പ്രാവിനൊരു പേടിയില്ലാത്ത പോലെയാണ് എൻ്റെ കാലിൻ്റെ അടുത്തൊക്കെ എല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ഈ പ്രാവുകൾക്ക് തീറ്റ ഇട്ടുള്ളൂ ഗൈസ്. ഞാൻ ഇപ്പോൾ ഇത്രയും ഗോതമ്പെടുത്ത് അങ്ങ് ഇട്ടിരിക്കുകയാണ്. അതിപ്പം തീറ്റ തന്നെയാണ്. കുഞ്ഞ് പ്രാവിനെ പോലെയാണ്. ഇതൊരു വലിയൊരു ആൺപ്രാവാണ്. അത് കൈയൊക്കെ വിരിച്ചത് ഒരു പേടിയില്ലാത്ത പോലെയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഗൈസ്. ഇതേപോലെ നമുക്ക് എങ്ങനെ ഇതാണ് പുതിയ പ്രാവ്. അത് ഒരു പെട്ട പ്രാവാണ്, പെൺപ്രാവാണ്. ഒരു പേടിയില്ലാത്ത പ്രാവാണ്. നമ്മളടുത്തൊക്കെ വന്നിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇണക്കിയിരിക്കുകയാണിത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 2-3 ദിവസം ആയതേ ഉള്ളൂ ആ പുതിയ പ്രാവ്. ഇങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്തിടും. പുതിയ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും ഗൈസ്. ഗുഡ് ബൈ.